ചത്ത പച്ച അല്ലേ? പടം കണ്ടു. പടം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം പറയാം. റെസ്ലിംഗ് പോർഷൻ പൊളി, അടിപൊളി റെസ്ലിംഗ് പോർഷൻ ആണ്. അതായത് ഒരു 3-4 റെസ്ലിംഗ് പോർഷൻ ഉണ്ട്. അത് കിഡുവാണ്, പീക്ക് പരിപാടിയാണ്. അല്ലാത്ത പോർഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഐറ്റം. ലാഗല്ല, എനിക്കൊരു എൻ്റെ ഫീൽ ചെയ്യാൻ പറയാം, എനിക്കൊരു ആവറേജ് പരിപാടിയാണ് മറ്റുള്ള ഐറ്റം. പക്ഷെ റെസ്ലിംഗ് പോർഷൻ കിടുവാണ്. എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആ ട്രെയിലർ കണ്ടത് ഈ റെസ്ലിംഗ് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമയ്ക്ക് പോയത്. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വർത്താണ്. അതായത് നമുക്ക് അയ്യേ അല്ലെങ്കിൽ കൊള്ളത്തില്ല ഈ ഒരു ഫീൽ ഒന്നും ഇല്ല. അതായത് നമുക്ക് ആ റെസ്ലിംഗ് പോർഷൻ തന്നെ മതി നമുക്ക് സാധനം നമുക്ക് വസ്തുവിലാവാനായിട്ട്. അതെ. പിന്നെ എല്ലാവരും കാത്തിരുന്ന ഐറ്റമാണ് മമ്മൂക്ക അല്ലേ? മമ്മൂക്ക ഉണ്ടോ എല്ലാവർക്കും ഉറപ്പാണ്. മമ്മൂക്ക എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. അതിനകത്ത് ഇപ്പോൾ ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. മമ്മൂക്കയുടെ എൻട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ഒരു ബിൽഡപ്പ് ഒക്കെ കൂടുതൽ. അതായത് പടത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ മമ്മൂക്കയുടെ പരിപാടിക്ക് ഭയങ്കര ബിൽഡപ്പ് ഉണ്ട്. സൂപ്പറാണ്. ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു വാൾട്ടയർ പരിപാടിയൊക്കെ സൂപ്പറാണ്, നൈസാണ്. എൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഞാനും പറഞ്ഞു കൊള്ളാം, ഓക്കെ ആണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് പറഞ്ഞത് ഞാൻ അവിടുത്തെ പേഴ്സണൽ വിളിച്ച് ഞാൻ പറയുമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, മമ്മൂക്കയുടെ എൻട്രി കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പിന്നെ പുള്ളി ഒരു 10-5 മമ്മൂക്കക്ക് വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് തീരെ വയ്യ. പുള്ളിയുടെ ആക്ഷനും വയ്യ. അതായത് മമ്മൂക്ക തന്നെയാണോ ഡബ് ചെയ്തെന്ന് പോലെ എനിക്ക് സംശയം തോന്നിപ്പോയി. റെസ്ലിംഗിലെ അണ്ടർടേക്കറിനൊക്കെ ഒരു സംഭവം ഉണ്ട്, ഒരു എൻട്രി ഉണ്ട് നമ്മൾ ഈ സ്മാക്ക് ഡൗണിലും റോയിലൊക്കെ. ആ സെയിം പരിപാടിയാണ് മമ്മൂക്കയുടെ കിടിലൻ എൻട്രി. മമ്മൂക്കയുടെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തരിപ്പ് കയറും. മമ്മൂക്ക നേരെ വന്ന് നിന്നിട്ട് ഒരു ഡയലോഗ് പറയും. നിങ്ങൾ OTT പടം വരുമ്പോഴത്തേക്കും ഒരു ഹൂക്ക് സെറ്റപ്പ് ആവും. കാരണം അവിടെ നിന്ന് പിന്നെ മമ്മൂക്കൊക്കെ വയ്യ. അത് നമ്മൾ ഇതായിട്ട് പറഞ്ഞല്ല, ചെയ്ത് അങ്ങനെയല്ല. നമ്മളിപ്പോ വയ്യെങ്കിൽ ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ലാലേട്ടൻ വൃഷഭ എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ലാലേട്ടൻ പറ്റൂല, വയ്യ. അത് വയ്യാത്ത തന്നെ, അത് കൊള്ളൂല്ല. കൊള്ളാത്ത നേരത്തെ നമ്മൾ പിന്നെ ലാലേട്ടൻ ചെയ്തോണ്ടോ മമ്മൂക്ക ചെയ്തുകൊണ്ടോ അങ്ങനെയൊന്നും ഇല്ല. കൊള്ളത്തില്ല അത്രേ ഉള്ളൂ. അത് മമ്മൂക്ക ചെയ്തുകൊണ്ട് സൂപ്പർ ആവുകയോ ലാലേട്ടൻ ചെയ്തുകൊണ്ട് ഒന്നുമില്ല. വയ്യാത്തപ്പോ വയ്യ. അത് മമ്മൂക്കക്ക് തീരെ വയ്യ എന്നുള്ളതിനകത്ത് വിസിബിൾ ആണ്. അതെനിക്കെന്തോ പുള്ളിയുടെ ഡയലോഗ് സാധാരണ പുള്ളി ഇത് മാക്സിമം ഒരിക്കലും ഞാൻ പറയില്ല. കാരണം മമ്മൂക്കയുടെ മാക്സിമം ഇതാണോ ആണ്. പക്ഷെ ഇതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണെന്നറിയോ, ഈ സാധനം മമ്മൂക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നറിയോ, അപ്പോൾ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും മമ്മൂക്ക് വയ്യത്തല്ലേ, നമുക്ക് മമ്മൂക്കിനെ കൊണ്ട് ഇത്രയും ചെയ്യിപ്പിച്ചാൽ മതി എന്ന് മേ ബി പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം മമ്മൂക്കൊരു പ്രസൻസ് ഇവർക്ക് കിട്ടിയാൽ മതി. മമ്മൂക്ക് ഈ പടത്തിലുണ്ട്, മമ്മൂക്ക് ഒരു ക്യാമിയോ ചെയ്യുന്നുള്ള ഒരു പ്രസൻസ് ഇവർക്ക് കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ പരിപാടിയാണെന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്കത് വർക്കായില്ല. എനിക്ക് ആ സംഭവം എനിക്ക് ഒട്ടുമേ വർക്കായില്ല. മമ്മൂട്ടിയുടെ പരിപാടി മമ്മൂക്ക വന്ന് നിൽക്കുന്ന പോർഷൻ ഒഴിച്ച് പിന്നെ കൊടുത്ത ബിൽഡപ്പ് എല്ലാം തന്നെ എന്തോ ഇല്ല. അങ്ങോട്ടൊരു ചോക്കാൻ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ റിവ്യൂ പടം കഴിഞ്ഞ് തിയേറ്ററിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും റിവ്യൂസ് ചെയ്യുന്ന അടുത്തുമ്പോൾ ആൾക്കാരാണ് ഒരു മമ്മൂക്ക് എങ്ങനെയുണ്ട്, വാൾട്ടർ എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എൻട്രി കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു നിർത്തി. പിന്നീട് ഞാൻ അടുത്ത പേഴ്സണൽ വിളിച്ച് ഞാൻ പറഞ്ഞു മമ്മൂക്കൊക്കെ തീരെ വയ്യല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. എനിവേ, പക്ഷെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പരിപാടി ഞാൻ പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായത് ആരെന്നറിയാമോ? ഇഷാൻ ഷൗക്കത്ത്. ചക്കം പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു രക്ഷയില്ല. ഇതിനകത്തേ ഞാൻ ഓർക്കുന്നൊരു സംഭവം ഉണ്ട്. നമ്മുടെ പടക്കളം സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും അവനൊരു ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും കുറെ ട്രോൾ അവന് കിട്ടിയായിരുന്നു. അതിനകത്ത് കൊള്ളില്ലല്ലോ, അവൻ എന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ചെക്കൻ ഇതിനകത്ത് അവന്റെ ബോഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉൾപ്പെടെ, അത് ബോഡി കുറച്ചൊക്കെ അതിനകത്ത് VFX പരിപാടിയൊക്കെ ഉണ്ട്, CGI പരിപാടി ഉണ്ട്. പക്ഷെ അതല്ല, അവൻ അത്യാവശ്യം ബോഡി അവൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. റോഷൻ റോഷൻ ബോഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഇപ്പൊ അർജുൻ അശോകൻ ഉണ്ട്, റോഷൻ ഉണ്ട്, ഇഷാൻ ഷൗക്കത്ത് ഉണ്ട്. 3 പേരാണ് മെയിൻ ലീഡ്. പക്ഷെ അതിനകത്ത് ഇഷാൻ ഷൗക്കത്തിന്റെ ഒരു പരിപാടി, ചെക്കൻ റെസ്ലിംഗ് ചെയ്ത് ചെക്കൻ ചില കിക്ക് അല്ലെ, ചോക്സലോം പരിപാടി, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അവൻ്റെ. പൊളിയാണ്. എനിക്ക് ഈ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കുറേ മൊമെന്റ്സ് ഓർത്തിരിക്കുമ്പോഴത്തേക്കും അത് ലിറ്റിലാണ്. ലിറ്റിൽ പൊളിച്ച് ഒരു രക്ഷയില്ല. പിന്നെ ആസ് യൂഷ്വൽ അർജുൻ അശോകന്റെ പോർഷൻസ് ഒക്കെ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് റോഷന്റെ പരിപാടിയും വർക്കാണ്. റോഷൻ ബോഡിയൊക്കെ സെറ്റാക്കി റോഷന്റെ ഒരു ബിൽഡപ്പ് കൊടുത്ത് റോഷന്റെയും നൈസ് സാധനമാണ്. പക്ഷേ റോഷന്റെ അടിപരിപാടിയും സംഭവം കൊള്ളാം. പക്ഷെ അല്ലാത്തപ്പോഴത്തേക്കും റോഷനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു റോഷൻ ഇത് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് അടിക്കുന്ന പോലെ നമുക്ക്, അതായത് ഒരു മാസ് ഫീല് റോഷന് കുറച്ച് കുറവാണ്. ചെക്കൻ പക്കായിട്ട് ചെയ്യും. റോഷന്റെ ബോഡി സെറ്റാണ്, റോഷന്റെ പരിപാടിയൊക്കെ സെറ്റാണ്. പക്ഷെ ഒരു മാസ് പരിപാടി വരുമ്പോഴത്തേക്കും റോഷൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു അയ്യോ എന്ത് പറ്റി എന്നുള്ള തോന്നൽ നമുക്ക് തോന്നിപ്പോകും. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ രീതിയും അങ്ങനെയാണ്. ബട്ട് റോഷൻ അത് നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വ്യൂ പോയിന്റിൽ നമ്മുടെ
ഇഷാൻ ഷൗക്കത്തിന്റെ പരിപാടിയുടെ അത് എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അർജുൻ അശോകനും റോഷൻ മാത്യുവിന്റെ പരിപാടി എനിക്ക് ഇഷാന്റെ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് വർക്കായിട്ടുള്ളൂ. കാരണം എനിക്കൊന്നും അവൻ ആദ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ. അവൻ ഇതിനു മുമ്പ് ത്രൂ ഔട്ട് ഫൈറ്റ് പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് അതും റെസ്ലിംഗ് പരിപാടിയായിട്ട് അർജുൻ അശോകനും ഇഷാനുമായിട്ടുള്ള ഒരു ഫൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ റോഷന്റെ പരിപാടി ഉണ്ട്. അത് ഞാൻ പറയാം. റോഷന്റെ ക്ലൈമാക്സ് പരിപാടിയിൽ റോഷൻ ഈ ബോഡിയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത് നൈസ് പരിപാടിയാണ്. പിന്നെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാർ, പ്രത്യേകിച്ച് ആ കൊച്ചായിട്ട് എനിക്ക് റോസനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. റോസമ്മയായിട്ട് ചെയ്ത കാരണം ഓൾറെഡി ആ കൊച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള കൊച്ചാണ്. കിടു പുള്ളിക്കാരത്തി വളരെ അല്ലേ, പുള്ളിക്കാരത്തി ഭയങ്കര കേക്ക് വാക്കാണ്. പുള്ളി വളരെ നൈസായിട്ട് പുള്ളി ചെയ്തു പോയി കേട്ടോ. പുള്ളിക്കാരത്തിയുടെ പരിപാടി ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അത് ഈ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. പരിപാടി നമുക്ക് ഭയങ്കരമായിട്ട് വർക്കാവുന്ന കുറെ ഐറ്റംസ് പുള്ളിക്കാരത്തിലുണ്ട്. പിന്നെ വില്ലിനെ പറ്റി വിശാഖിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റൂല. കിടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ഒരു വില്ലൻ. അതായത് നമുക്ക് തോന്നിപ്പോവാ കൊടുത്താലോ എന്ന് നമുക്ക് അല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് അവൻ ചെയ്തെങ്കിലേ അതും നൈസ് സാധനമാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു ലോക്കൽ പരിപാടി ആയതുകൊണ്ട് അതിനകത്തൊരു ഒരു ഹൈഫൈ വില്ലനാണല്ലോ, ഒരു വേറെ സെറ്റപ്പ്, വേറെ മൂഡ് വില്ലനാണ്. ഇതങ്ങനെയല്ല. ഇതിനകത്ത് മറ്റേ ഡ്രഗ് അടിയോ പുകയൊന്നും ഇല്ല. നാടൻ പരിപാടിക്കകത്ത് തന്നെ അവന്റെ ഒരു ഈഗോ പരിപാടി, അവന്റെ ഒരു അത് വിശാഖ് ചെയ്തു വെച്ചേക്കുന്ന സാധനമുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ലൈമാക്സിന്റെ ഫൈറ്റിന്റെ സമയത്ത് വിശാഖിന്റെ ചില പുള്ളിയുടെ അവരും ബോഡി സെറ്റാക്കി ഇതിനകത്ത് എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട്. എനിക്കൊന്ന് അർജുന അശോകൻ മാത്രമാണ് ബോഡി കാണിക്കാത്ത ഉള്ളൂ. ബാക്കിയല്ല അർജുന അശോകൻ പക്ഷെ ഫിസിക്കലി ഫിറ്റ് ആണ്, പരിപാടിയിൽ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും നൈസായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശാഖിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈ അടിക്കടയിൽ ഒരു ഈഗോ കയറിയിട്ട് കാണിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നൈസ് സാധനം എല്ലാം. ഈ പുള്ളി ചുമ്മാ വന്നവരുടെ ഫ്രണ്ടിൽ നിന്ന് ചിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്ന പോലെ സത്യം. അതായത് നമുക്ക് വെറുപ്പ് തോന്നും. അതാണ് നമുക്കൊരു വെറുപ്പടിച്ച് നമുക്ക് കയറി പോകും. അതാണ് വിശാഖിന്റെ ഒരു റേഞ്ചാണ്. വിശാഖ് സാധാരണ ഈ ഇവരുടെ ഫസ്റ്റ് മൂവി ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് മൂവിയിൽ ഇപ്പോൾ റോഷൻ വിശാഖ് എല്ലാവരും ഫസ്റ്റ് ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. ആനന്ദം. അപ്പൊ അതിനകത്ത് വിശാഖിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഹെവി റേഞ്ചാണ്. റോഷന് പക്കയാണ്. റോഷൻ ചെയ്തു വെച്ചേക്കുന്ന പരിപാടിയൊക്കെ നൈസാണ്. പക്ഷെ വിശാഖിന്റെ സാധനം എന്ന് പറയുന്നത് വേറൊരു മീറ്റർ ആണോ, അത് നമുക്ക് അല്ല ഡിഫറൻസ് മാത്രമല്ല, പുള്ളിയുടെ ഗ്രോത്ത് ഭയങ്കരമാണ്. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള. കാരണം ഇതിനകത്ത് ബാക്കി എല്ലാ ആൾക്കാർക്കും ഒരേ ഏജിലുള്ള ബാക്കി എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടി അല്ലല്ലോ വിശാഖ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡ് വിശാഖും അത് പുള്ളി പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും തന്നെ ഈ റെസ്ലിംഗ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയില്ല. എല്ലാവരും ഓയ്യോ നമ്മുടെ ഈ സ്വിഗ്ഗിയിലെ ഡെലിവറി ബോയ് ആയിട്ട് ഒരു പെണ്ണിയും അവരൊക്കെ നൈസ് ആയിട്ടാണ്. അത് ഞാൻ ആ പുള്ളിക്കാരിയുടെ ഇത് വന്നപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. ഞാൻ അടിക്ക് താഴെ വീടും അന്ന് കഴിഞ്ഞിരിക്കുവായിരുന്നു. കാർമനസ് മാത്യു അങ്ങനെ ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി ചില ഒരു അടിയുണ്ട് നമ്മുടെ അല്ല എന്നിട്ട് ലാസ്റ്റ് അത് പുള്ളിക്കാരുടെ പരിപാടിയൊക്കെ. ഇതിനകത്ത് ഇവരുടെ കൂട്ടത്തില്, അതായത് ഇപ്പൊ ഇവരുടെ ഗ്യാങ് ഉണ്ടല്ലോ, ഈ ഗ്യാങ്ങിനകത്ത് നമ്മുടെ കറക്റ്റ് ഈ റെസ്ലിംഗിൽ തന്നെ ഇപ്പോ ഓരോ ക്യാരക്ടറിനെ ഇവർ എടുത്തിരിക്കുന്നതും റെസ്ലിംഗിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ്. അപ്പൊ അതിൽ ഓരോ ക്യാരക്ടറിനും ഇപ്പോ ഒരു മറ്റേ ക്യാരക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞു, മറ്റേ പൊടിയൊക്കെ വരുത്തിച്ചിട്ട് എന്തൊരു സാധനം പറയും അവനായിക്കോട്ടെ. പിന്നെ നല്ല പൊക്കമുള്ളൊരു അവനും പക്കയാണ്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഇത്തിരി ഫാറ്റി ആയിട്ടുള്ള ഒരാളുണ്ട്, റിക്കീഷിനെ ഓർമ്മിപ്പിക്കുന്ന ബിഗ് ഷോ റിക്കീഷ് പോലെയൊക്കെ ഒരു പരിപാടി. മിഥുന്റെ വൈഫ് ലക്ഷ്മി ഉണ്ട്. ലക്ഷ്മിയുടെ പരിപാടിയും കൊള്ളാം, നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് റീൽസിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാം ആ ഫോട്ടോ കൊച്ചിയുടെ പരിപാടിയൊക്കെ അങ്ങ് ഓളത്തി പോകുന്നുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഗ്യാങ് അടിച്ച് കാണാൻ പറ്റുന്ന ഒരു പരിപാടി. ഡയറക്ടറിന് പണി നന്നായിട്ട് അറിയാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതായത് അദ്വൈതാണ് പടത്തിന്റെ ഡയറക്ടർ. ചെക്കന് പണി അറിയാം. പിന്നെ എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അറിയോ, ഈ ഫൈറ്റ് പരിപാടിക്കകത്തുള്ള ഒരു സിനിമാറ്റോഗ്രാഫി ഉണ്ട്, അവരുടെ ക്യാമറ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, അത് കറക്റ്റ് നമ്മൾ റെസ്ലിംഗ് കാണുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന കിക്കുണ്ടല്ലോ, ആ സെയിം സാധനം നമുക്ക് ഇവിടെ കിട്ടും. അതായത് ഈ പടം ഇനിയിപ്പോൾ നാളെ നിങ്ങൾ നോക്കിയോ OTT റിലീസ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ റെസ്ലിംഗ് പോർഷൻ കട്ട് ചെയ്തിട്ട് അത് ഓടിക്കും. അത് ഭയങ്കര വർക്കാണ് ആ സാധനം. അതിന്റെ ക്യാമറ ആയിക്കോട്ടെ, BGMs ആയിക്കോട്ടെ, കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമുള്ള പരിപാടിയാണ്.
പിന്നെ സായ്കുമാർ ഉണ്ട്. സായ്കുമാറിന് ഡയലോഗ്സ് ഇല്ലെങ്കിലും സായ്കുമാർ ഒരു സാധനം റെസ്ലിങ്ങിന് നമ്മള് അതിന് മാത്രമായിരുന്നു പ്രിഫറൻസ്. കാരണം ഇതിലൊരു സ്റ്റോറി വന്നിട്ട് നമ്മൾ കരുതും ആ സ്റ്റോറിയുടെ ഒരു ബാക്ക് കാണിക്കുന്നു. പക്ഷെ സ്റ്റോറി അല്ല ആക്ച്വലി ഇത് സ്റ്റോറിക്ക്, അതായത് സാധാരണ എപ്പോഴും നമ്മൾ പടം എടുക്കുമ്പോഴത്തേക്ക് സ്റ്റോറി മെയിൻ, ഫൈറ്റ് താഴെ എന്നുള്ളതാണ്. സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫൈറ്റ് മെയിൻ ആണ്, റെസ്ലിംഗ് മെയിൻ ആണ്, അതിന്റെ താഴത്താണ് പെപ്പയുടെ ആ മൂവിയില് സെയിം ഒരു റെസ്ലിംഗ്. കാരണം ഈ കഥയിലാണ് അല്ല അത് അവസാനം മാത്രമല്ല, ദാവീദ് കാണുമ്പോഴത്തേക്കും എപ്പോ ഇടി വരും നമ്മൾ നോക്കി ഇരുന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇടി വരത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് റെസ്ലിംഗ് ലെയർ ആണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. കഥയൊന്നും വലുതായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ റെസ്ലിംഗ് ഇതിനകത്ത് സംഭവം നൈസാണ്. ഓവറോൾ പരിപാടി നമുക്ക് കണ്ടിരിക്കാം, രസമുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെയിൻ ആയിട്ട് ഈ പടം എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് മാറിയത് ഈ റെസ്ലിംഗ് പോർഷൻ പ്ലസ് ഇഷാൻ ഷൗക്കത്താണ് എനിക്ക് ഗിഡു. പിന്നെ ഞാൻ പറഞ്ഞു ആസ് യൂഷ്വൽ റോഷൻ ഗിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്, അർജുന അശോകനും ഗിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് മറ്റേ നമ്മൾ റേറ്റിംഗ് എഴുതുമ്പോഴത്തേക്ക് ഇഷാൻ ഷൗക്കത്ത് ആദ്യം, രണ്ടാമത് അർജുന അശോകൻ, മൂന്നാമത് റോഷൻ മാത്യു, അതിന് താഴെ ഞാൻ മമ്മൂക്ക എന്ന് എഴുതുള്ളൂ. കാരണം ആസ് എ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ റോസ റോസമ്മയുടെ പരിപാടി നല്ലതാണ്. ടെസ്നിക്കാന്റെ റോളും പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ ആ ഗ്യാങ്ങിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ നൈസാണ്. പിന്നെ സിദ്ദിഖൊക്കെ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന കുറച്ച് പരിപാടീസ് ഒക്കെ തന്നെയാണ്. ഓവറോൾ സാധനം ഓക്കെയാണ് അല്ലേ? നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെർത്ത് പരിപാടിയാണ്. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റേ അയ്യോ എന്തിനാ കണ്ടേ എന്നൊരു തോന്നലൊന്നും അത് ഒരിക്കലും ആവില്ല. വൃഷഭ പോലെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്, അങ്ങനത്തെ അപരാധം പോലെയൊന്നും അല്ല. സാധനം നൈസ് പരിപാടിയാണ്. അപ്പോൾ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക.